ഇടുക്കി ചെറുതോണിക്കടുത്ത് ബസ്സിനടിയിലേക്ക് വീണ സ്കൂട്ടർ യാത്രികയ്ക്ക് അത്ഭുതകരമായ രക്ഷപ്പെടൽ. ഡ്രൈവിംഗ് സ്കൂൾ ബസ്സിനെ മറികടക്കാൻ ശ്രമിക്കുന്നതിനിടെയാണ് അപകടമുണ്ടായത്. ഇന്നലെ നടന്ന അപകടത്തിന്റെ CCTV ദൃശ്യങ്ങൾ പുറത്തുണ്ട്. ആ ദൃശ്യങ്ങളൊന്ന് കാണാം. ഡ്രൈവിംഗ് സ്കൂളിന്റെ ആ റോഡിൽ ഒരു തരത്തിൽ ഓവർടേക്ക് ചെയ്തുകൂടാത്തൊരു റോഡാണ്. ആ റോഡിലെ നടുവിലുള്ള വെള്ളവര സൂചിപ്പിക്കുന്നതാണ്. അവിടെയാണ് ഡ്രൈവിംഗ് സ്കൂളിൻ്റെ. അത് വീതി കുറഞ്ഞ റോഡുമാണ്. വീതി കുറഞ്ഞ റോഡിൽ വലിയ ബസ് പോകുന്നുണ്ട്. ആ വലിയ ബസ്സിൽ അപകടകരമായ ഓവർടേക്കിംഗ് തന്നെയാണ് അപകട കാരണമെന്ന് ഉറപ്പായും പറയാം. എന്തായാലും അത്ഭുതകരമായ രക്ഷപ്പെടൽ എന്നാണ് അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. അവിടുന്ന് വണ്ടി വരുന്നുണ്ടായിരുന്നു. ഇപ്പോൾ ഇവിടുന്ന് ഓവർടേക്ക് ചെയ്യാൻ വേണ്ടി കയറി പോകുമ്പോൾ അവിടുന്ന് വണ്ടി വരുന്ന വിസിബിലിറ്റി എന്തായാലും കിട്ടില്ല. അങ്ങനെ കിട്ടാത്ത റോഡിൽ കൂടെ രണ്ടും കൽപ്പിച്ച് ഓവർടേക്ക് ചെയ്യുന്നവർക്കുള്ളൊരു പാഠം കൂടിയാണ് കേട്ടോ ഇത്. അപ്പോൾ അപകടകരമായ ഓവർടേക്കിങ്ങിൻ്റെ പരിണിത ഫലമാണ് ഈ കാണുന്ന ദൃശ്യങ്ങൾ. ബസ്സിനെ മറികടക്കാൻ, ബസ്സിനെ ഓവർടേക്ക് ചെയ്യാൻ ശ്രമിക്കുന്നതിനിടയിലാണ് സ്കൂട്ടർ യാത്രക്കാരിക്ക് അത്ഭുതകരമായ രക്ഷപ്പെടലുണ്ടായത്. രാഹുൽ വിജയൻ ചെയ്യുന്നു. രാഹുൽ, ഉറപ്പായും ഡ്രൈവിംഗിലെ അശ്രദ്ധ എന്ത് തിരക്കുണ്ടെങ്കിലും ഓവർടേക്ക് ചെയ്യാൻ പാടില്ലാത്ത റോഡിൽ കൂടി ഓവർടേക്ക് ചെയ്തു പോയി. മറ്റ് സൈഡിൽ വാഹനങ്ങൾ ഉണ്ടായിരുന്നു. അപകടത്തിൽപ്പെട്ടു. ഭാഗ്യം രക്ഷപ്പെടൽ. അശ്മി, തീർച്ചയായിട്ടും അത്ഭുതകരമായ രക്ഷപ്പെടൽ തന്നെയാണ്. കൊല്ലം കുളത്തൂപ്പുഴ സ്വദേശി ബിനിഷയാണ് ഈ അത്ഭുതകരമായി രക്ഷപ്പെട്ടത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇന്നലെ ഉച്ചയോടുകൂടിയാണ് ഈ അപകടം നടക്കുന്നത്. ബൈക്ക് ഓടിച്ചിരുന്നത് വിനീത് എന്ന് പറയുന്ന ആളാണ്. വിനീത് 16ാം ഘട്ടം PHCയിലെ ഡോക്ടറാണ്. ബിനിഷ അതേ ആശുപത്രിയിലെ നേഴ്സ് കൂടിയാണ്. ഇവർ രണ്ടുപേരും ചെറുതോണി ഭാഗത്തേക്ക് വരികയായിരുന്നു. പള്ളിത്താഴെ എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ചിട്ടാണ് ഈ അപകടം ഉണ്ടാകുന്നത്. അമിത വേഗതയിലായിരുന്നു സ്കൂട്ടർ ഉണ്ടായിരുന്നു എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. ദൃശ്യങ്ങൾ അത് തന്നെയാണ് വ്യക്തമാക്കുകയും ചെയ്യുന്നത്. പല വാഹനങ്ങളെ മറികടന്ന് മുൻപിലേക്ക് പോവുകയായിരുന്നു. അതിനിടയിലാണ് ഈ ഡ്രൈവിംഗ് സ്കൂൾ ബസ് ഇവരുടെ മുൻപിലെത്തിയത്. അതിനെ മറികടക്കാൻ വേണ്ടി പലതവണ ശ്രമിക്കുന്നുണ്ട്. ഒരു വളവാണ്. ഇടുക്കിയിലെ റോഡുകളെ പറ്റിയെല്ലാം ആളുകൾക്ക് അറിയാവുന്നതല്ലേ. അതിലെ വാഹനങ്ങൾ ഓടിക്കേണ്ടത് ഏത് വിധത്തിലാണെന്നുള്ളതും ആളുകൾക്ക് അറിയാവുന്നതാണ്. ആ വളവിൽ കൃത്യമായി തന്നെ ഈ വിനീത് ഈ സ്കൂട്ടറുമായിട്ട് മുന്നോട്ട് ഈ ഓവർടേക്ക് ചെയ്ത് കയറി പോവുകയാണ്. ഒന്നാമത് ഡ്രൈവിംഗ് സ്കൂളിന്റെ ബസ്സാണ്. അതിനെ മറികടക്കണമെങ്കിൽ കൃത്യമായിട്ടുള്ള നിർദ്ദേശങ്ങൾ ഡ്രൈവിംഗ് നടത്തുന്ന ആളുടെ ഭാഗത്ത് നിന്ന് കിട്ടിയെങ്കിൽ മാത്രമേ ഓവർടേക്ക് ചെയ്യാൻ പാടുള്ളൂ. അത് അവിടെ പാലിക്കപ്പെട്ടിട്ടില്ല. മാത്രമല്ല, അമിത വേഗതയിൽ ഒരു ചെറിയ വഴിയിലൂടെ ഓവർടേക്ക് ചെയ്യുന്നു. എതിരെ ഒരു വാഹനം വരുന്നു. ആ വാഹനം കണ്ടതോടുകൂടി ഈ വിനീത് ബൈക്ക് ബ്രേക്ക് പിടിച്ച് നിർത്തുകയായിരുന്നു. അപ്പോൾ തന്നെ നിന്ന സ്ഥലത്ത് നിന്ന് ഈ ബിനിഷ ആ റോഡിലേക്ക് തെറിച്ചു വീണു. വളവ് തിരിവ് ജംഗ്ഷൻ ഇടുങ്ങിയ പാലം, ഇവിടെയൊന്നും ഓവർടേക്കിംഗ് പാടില്ലാത്തതാണ്. ഒരു ചെറിയ ഇടുങ്ങിയ പാലത്തിലൂടെ ഈ ബസ് പ്രവേശിക്കുന്നതിന് തൊട്ട് മുൻപാണ് ഈ ബൈക്ക് യാത്രികൻ ഈ വിനീത് ഈ സ്കൂട്ടറുമായിട്ട് ഈ ബസ്സിനെ ഓവർടേക്ക് ചെയ്യാൻ ശ്രമിച്ചത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതേ വേഗതയിൽ തന്നെ എതിർദിശയിൽ നിന്ന് ഒരു ചെറിയ മിനി പിക്കപ്പ് വരികയായിരുന്നു. ആ വാഹനത്തെ കണ്ടതോടുകൂടി വിനീത് സ്കൂട്ടർ ബ്രേക്ക് പിടിക്കുന്നു. അപ്പോൾ തന്നെ ഈ യുവതി ബിനിഷ ഈ ബസ്സിനടിയിലേക്ക് വീഴുകയായിരുന്നു. എന്തായാലും ബസ് ഡ്രൈവർ ഡ്രൈവിംഗ് പഠിക്കുന്ന ആളാണോ എന്തായാലും അദ്ദേഹം കൃത്യമായിട്ട് ബ്രേക്ക് ചെയ്തതുകൊണ്ട് കുറച്ചു ദൂരം നിരങ്ങി പോയത് മാത്രമേ ഉള്ളൂ. ഏതെങ്കിലും തരത്തിൽ ഒരു കുറച്ചുകൂടി ആ ബസ്സിന് വേഗത ഉണ്ടായിരുന്നെങ്കിൽ അപകടത്തിന്റെ തീവ്രത അത് വലുതാകുമായിരുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും ബിനിഷയ്ക്ക് പരിക്കുണ്ട്. ഈ വിനീതിന് കാര്യമായി പരിക്കില്ല എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യവും. ഹാഷ്മി, ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.